അബി അതല്ലേ എനിക്കറിയില്ല എങ്ങനെയാണെങ്കിൽ ഇരിക്കണമെന്ന് നല്ല ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണമെന്ന് അങ്ങനെ എനിക്ക് അറിയില്ല. അതാണ് ഞാൻ കുടുംബിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നൊരു ഡിലമയാണ്. ഞങ്ങൾ പബ്ലിക് സ്പേസസിലോ അല്ലെങ്കിൽ ഫങ്ഷൻസിനോ ഒക്കെ പോകുമ്പോൾ എൻ്റെ പെങ്ങളുടെ 5 വയസ്സുള്ള കുട്ടിയെ കൂടെ കൊണ്ടുപോകണോ വേണ്ട എന്നുള്ളത്. കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾ കേട്ടതുപോലെ അവൻ്റെ ഭാഷയിൽ അവൻ്റെ കുടുംബിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. എന്നാൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റീലിംഗ് ഹിസ് ഷെയർ ഓഫ് ജോയ്. ഇത്തരം ഡിസ്കഷനിലൊക്കെ അവനെ കൊണ്ടുപോകണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് മിക്കപ്പോഴും ഞാൻ എടുക്കാറ്. അതിൻ്റെതായ കോൺസിക്വൻസസ് ഞാൻ അനുഭവിക്കാറുമുണ്ട്. ഈ കുടുംബിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാതെ ഞാൻ തന്നെ ഓവർ റിയാക്ട് ചെയ്ത് ചളമാക്കി കുളമാക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൂടെ വാന്ന് പറഞ്ഞു. അവൻ എൻ്റെ കൂടെ വന്നു. സ്പോട്ടിലെത്തിയത് മുതൽ കലാപരിപാടികൾ തുടങ്ങി. ഓൾറെഡി മെട്രോയുടെ വർക്ക് കാരണം ഒരുപാട് പൊടിയുള്ള ഒരു സ്ഥലത്ത് അവൻ പൊടി തട്ടി കളിക്കുകയാണ്. അപ്പം ഞാൻ മീറ്റ് ചെയ്യുന്ന ആളെയും ഇവനെയും ഒരുമിച്ച് ഒരേ സമയം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വരുത്തുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പൊടി പറത്തുന്ന പരിപാടി നിർത്തിയിട്ട് അവൻ താഴെ നിന്ന് ഒരു സാധനം എടുത്തു. അത് കണ്ടതും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് താഴെ ഇട്ടു. പിന്നെ അവനതെടുത്തു. ഞാൻ പിന്നെ താഴെ ഇട്ടു. ഞാൻ പറഞ്ഞു, ട്രാഷാണ്, അത് പെറുക്കരുതെന്ന് പറഞ്ഞു. മൂന്നാമതും അവനത് കയ്യിലെടുത്തപ്പോൾ ഞാൻ അതൊന്ന് നോക്കി. ഇതൊരു സോഡ ബോട്ടിലിൻ്റെ ക്യാപ്പായിരുന്നു. എന്തോ ഒരു റിവലേഷൻ കിട്ടിയ പോലെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, അവൻ്റെ ഏജിൽ എന്നെയും എക്സൈറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ് ഈ സോഡ ബോട്ടിലിൻ്റെ കുപ്പി എന്ന് പറയുന്നത്. അടുത്ത് കണ്ടൊരു ടാപ്പിൽ ഞാനത് കഴുകിയിട്ട് ഞാനത് അവൻ്റെ കയ്യിൽ കൊടുത്തു. സ്വിച്ച് ഇട്ട പോലെ അവൻ്റെ കുടുംബം ഒന്നും അവൻ ഡീസൻ്റായി. അത് കിട്ടിയതിന് ശേഷം അവനത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. അവനോട് മറ്റുള്ളവർ ഇത് ട്രാഷാണെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇത് ട്രാഷ് അല്ല, ഇതെൻ്റെ ബാഡ്ജാണ്.